ഇന്ന് നമുക്ക് ഒരു എഗ് ഫ്രൈ തയ്യാറാക്കാം. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു എഗ് ഫ്രൈ ആണിത്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒന്നാണിത്. നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് ഈ ഒരു എഗ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 2 മുട്ടക്കാണ് ഈ ഒരു എഗ് ഫ്രൈ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മുട്ട വേണമെങ്കിൽ കൂടുതൽ മുട്ട എടുക്കാം. മുട്ട ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മുട്ടയുടെ വെള്ളം മാത്രം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. മഞ്ഞ ഒട്ടും തന്നെ ഫ്രൈ ആകരുത്. കാരണം നമുക്ക് ഈ ഒരു മുട്ടനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഈ ഒരു മഞ്ഞ ഫ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ സ്പൂണ് വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട വളരെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കട്ട് ചെയ്ത മുട്ട നമുക്ക് ഈ ഒരു എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഈ ഒരു കട്ട് ചെയ്ത മുട്ട നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മുട്ട നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു എണ്ണ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. ഈ ഒരു എണ്ണ പതഞ്ഞ് പൊങ്ങി വരുന്നത് വരെ നമ്മൾ ഈ ഒരു മുട്ട ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ട നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം ഇങ്ങനെ മുകളിലേക്ക് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതേപോലെ കുറച്ച് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയ്ക്ക് നല്ലൊരു ഉപ്പ് തോന്നിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ഒരു എണ്ണയിൽ നിന്ന് ഈ ഒരു മുട്ടനെ ഫ്രൈ ചെയ്തെടുക്കണം. വീണ്ടും നമുക്ക് ഈ ഒരു എണ്ണ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നത് വരെ ഈ ഒരു മുട്ടനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു മുട്ട നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പം എണ്ണ നന്നായിട്ട് മുകളിലേക്ക് പതഞ്ഞ് പൊങ്ങി വരും. ഇപ്പോൾ മുട്ട നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു എഗ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ ഞാനിതിലേക്ക് കുറച്ച് മസാല കൂടി തയ്യാറാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രൈ ആയി വന്ന മുട്ടനെ പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ ഒരു മസാല തയ്യാറാക്കണം. ഈ ഒരു മുട്ട മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള വളരെ ചെറുതായി അരിഞ്ഞതാണ്. ഈ ഒരു സവാള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സവാള ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. പിന്നെ 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇതും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരു ചിക്കൻ മസാല ഇല്ലെങ്കിൽ കുറച്ച് ഗരം മസാലയും കുറച്ചൊരു മുളക് പൊടിയും ചേർത്താൽ മതി. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് വളരെ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. കാരണം നമ്മൾ മുട്ടയിലും മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല എരിവായിരിക്കും. അപ്പം നോക്കിയിട്ട് ചേർക്കാം. ഈ ഒരു പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ മുട്ട നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മുട്ടയും ഈ ഒരു മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ മുട്ടയും മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ട മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മുട്ടയും മസാലയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഈ ഒരു മല്ലിയില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീർച്ചയായും ഈ ഒരു എഗ് ഫ്രൈ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.